മലയാളത്തിലെ ആദ്യത്തെ ആർക്കിടെക്ചർ മാഗസിനായ ഡിസൈനർ പ്ലസ് ബിൽഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാരമ്പര്യ തനിമയും കാലാനുസൃതമായ പുതുമയും ഒരുപോലെ ഇഴചേർന്നൊരു വസതിയിലേക്കാണ് ഇന്ന് ഡിസൈനർ പബ്ലിക്കേഷൻസിന്റെ യാത്ര. 3449 സ്ക്വയർ ഫീറ്റുള്ള വീടിന്റെ ഒറ്റക്കാഴ്ചയിൽ ഒതുങ്ങാത്ത നീളത്തിലുള്ള മുഖപ്പ് ഇന്റീരിയർ സ്പേസുകൾ ഊഹിച്ചെടുക്കാനാവാത്ത വിധം ആകാംക്ഷ ജനിപ്പിക്കുന്നതാണ്. ചെരിവൊത്തതും ഓടുമേഞ്ഞതുമായ ഒന്നിലേറെ റൂഫുകളും ചെങ്കല്ലിന്റെയും തടിയുടെയും ഫിനിഷുകളും പരമ്പരാഗതമായ സ്വാഭാവികതയുടെ സാന്നിധ്യമായി എങ്ങുമുണ്ട്. കോഴിക്കോടുള്ള എൻകാസ ആർക്ക് സ്റ്റുഡിയോയിലെ ആർക്കിടെക്റ്റുകളായ ജാസിം ജലീൽ, സുലൈമാൻ ജാവേദ് എന്നിവർ ചേർന്നാണ് ഷാനവാസിനും കുടുംബത്തിനും വേണ്ടി മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ഈ വസതി ഡിസൈൻ ചെയ്തത്. സ്പേസുകൾക്ക് ഊർജ്ജമേകാൻ ലാൻഡ്സ്കേപ്പിലും ഇന്റീരിയറിലും പച്ചപ്പ് ഇടകലർത്തി. പബ്ലിക്, സെമി പബ്ലിക് രീതിയിലാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ സ്പേസുകൾ. കൃത്യമായി നിർവചിക്കപ്പെട്ട പാസേജുകളും ഫോയറുകളുമെല്ലാം സ്പേസുകളെ ഒന്നോടൊന്ന് കൂട്ടിയിണക്കുന്നു. എക്സ്റ്റീരിയറിലെ സ്ലോപ്പ് ആകൃതിയാണ് ലിവിംഗ് ഏരിയയിലെ സ്ലോപ്പ് സീലിംഗ് ആയി വരുന്നത്. എലഗൻസും ലാളിത്യവും ഒരുപോലെ ചേർത്താണ് രണ്ട് ലിവിംഗ് ഏരിയകളും ഫർണിഷ് ചെയ്തത്. ഡൈനിങ് സ്പേസിനെ സ്ലൈഡിംഗ് ഗ്ലാസ് ഡോർ വഴി സൈഡ് സിറ്റിംഗ് ഏരിയയിലേക്കും ലാൻഡ്സ്കേപ്പിലേക്കും ഇണക്കിയിട്ടുണ്ട്. മിനിമലും ക്ലാസിയുമാണ് ഗോവണിയുടെ ഡിസൈൻ. ബെഡ്റൂമുകളും ഓപ്പൺ ടു സ്കൈ സ്പേസും സ്കൈലിറ്റ് കോർട്ട്യാർഡുമെല്ലാം ഡിസൈൻ മികവിന്റെയും മിതത്വത്തിന്റെയും മികച്ച ഉദാഹരണങ്ങളാണ്. വളരെ ലളിതവും മിതത്വപൂർണവുമാണ് ഇന്റീരിയറിലെ ഡിസൈൻ. സൗകര്യത്തിനും സ്വാസ്ഥ്യത്തിനും ചേരാത്ത അലങ്കാരങ്ങളെല്ലാം പാടെ ഒഴിവാക്കി. വൈറ്റ് നിറത്തെ കൂടുതൽ ഹൃദ്യമാക്കും വിധമാണ് ഫർണിച്ചർ കസ്റ്റമൈസേഷനും സോഫ്റ്റ് ഫർണിഷിംഗും എല്ലാം വരുന്നത്. വുഡൻ ഫിനിഷുകളും ഇൻഡോർ പ്ലാന്റുകളുടെ സാന്നിധ്യം പകരുന്ന പച്ചപ്പും മാത്രമാണ് വൈറ്റ് നിറത്തിന് പുറമേയുള്ളത്. പ്രൈവറ്റ് സോണിനും പബ്ലിക് സോണിനും ഇടയിൽ ലാൻഡ്സ്കേപ്പും ഇടനാഴിയുമെല്ലാം ബഫർ സ്പേസ് പോലെ രൂപപ്പെടുത്തിയതിനാൽ എല്ലാ സോണുകളെയും പച്ചപ്പിന്റെ കാഴ്ചയിലേക്ക് ലയിപ്പിച്ചതിനൊപ്പം സ്വാഭാവിക വെളിച്ചവും വായുസഞ്ചാരവുമെല്ലാം ധാരാളം നിറയ്ക്കാനും കഴിഞ്ഞു. പരിമിതി അനുഭവപ്പെടാത്ത വിശാലതയാണ് ഇത്തരമൊരു ഡിസൈനിലൂടെ സാധ്യമാക്കിയിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങൾക്കുമൊപ്പം നവോന്മേഷവും ചൈതന്യവും കൂടിയാണ് ആർക്കിടെക്റ്റുകൾ ഇവിടെ പകർന്നിരിക്കുന്നത്.